വലിയ പിന്തുണ വിജയ്ക്ക് അല്ലെങ്കിൽ തൃഷയ്ക്ക് ലഭിക്കുകയാണ്. വിജയുടെ ഭാര്യയായ സംഗീതയ്ക്ക് അത്തരത്തിലുള്ള ഒരു പിന്തുണയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു സെലിബ്രിറ്റി ഇപ്പോൾ പ്രസവം ചിത്രീകരിക്കുകയോ സൂട്ട് റൂമിൽ പ്രസവിക്കുകയോ ഒക്കെ ചെയ്താൽ അതിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. കീർത്തി സുരേഷിന്റെ കല്യാണത്തിനാണ് വിജയും തൃഷയും ഒരുമിച്ച് പോകുന്നു. അത് വലിയ ചർച്ചയാകുന്നു. അതായത് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് വീട്ടമ്മ പോസ്റ്റ് ചെയ്യുന്ന ഒരു അവരുടെ കുഞ്ഞ് ഇതുപോലെ ഒരു വാക്ക് മാറ്റി പറയുകയാണ്, അത് പറയുന്ന ഒരു വീഡിയോയിൽ. പക്ഷേ അതിന് താഴെ വരുന്ന കമന്റുകൾ എന്നുള്ളത് വളർത്തുദോഷം. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു അതിർവരമ്പ് വെക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് ഏത് ഘട്ടം വരെ നമ്മുടെ വാതിലിനകത്തേക്ക് ആര് കടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമസ്കാരം. സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോൾ നമ്മുടെ ഭാവി വരെ തീരുമാനിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണ്ട, എന്തു പറയണം, അങ്ങനെ എല്ലാം. ഈ കാലയളവിനുള്ളിൽ സോഷ്യൽ മീഡിയ അതിപ്രസരം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വിജയ് തൃഷ മാരത്തൺ ചർച്ചയാണ്. പക്ഷേ ചില വിഷയങ്ങളും വ്യക്തികളും മാറുമ്പോൾ അതിനനുസരിച്ച് അഭിപ്രായങ്ങളും കമന്റുകളും മാറിക്കൊണ്ടേയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാ വിഷയങ്ങളും ഒരുപോലെയാണോ? ഇതാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. അഖില, ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ അതിപ്രസരം നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട്. അതിങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതുകൊണ്ട് ആണെന്ന് തോന്നുന്നു ഈ വിജയ് തൃഷ മാരത്തൺ ചർച്ചയാണ്. അത് ഏത് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും അത്തരത്തിൽ ചർച്ചകൾ സജീവമാണ്. പല അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. എന്താണ് ആ വിഷയത്തിൽ അഖിലയുടെ ഒരു അഭിപ്രായം? അശ്വതി, അഭിപ്രായം എന്ന് പറഞ്ഞാൽ വിജയ് തൃഷ, അതായത് MGR തലൈവി പുനർജനിക്കുകയാണോ എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ പോകുന്നത്. പക്ഷേ അപ്പോഴും വിജയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട്, സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കൂടി അതിൽ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായും തൃഷയുടെ പേരാണ് അതിൽ കൂടുതലായും പരാമർശിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ പരാമർശം ഒരു പരിധിയിൽ കൂടുതൽ വിജയെയും തൃഷയെയും പിന്തുണയ്ക്കുന്ന തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ മീഡിയയിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്നുള്ള ഒരു തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നത് പോലും അതുകൊണ്ടാണ്. അതായത് വിജയും തൃഷയും അവരുടെ വ്യക്തിജീവിതം എങ്ങനെയോ ആകട്ടെ, രാഷ്ട്രീയവും വ്യക്തിജീവിതവും വ്യത്യസ്തമായ ഒന്നാണ്. പക്ഷേ ആ വ്യക്തിജീവിതം എങ്ങനെ വേണം എന്നുള്ളത് അവരുടെ മാത്രം സ്വകാര്യ തീരുമാനമാണ്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ അതിന് നൽകുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതേസമയം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഏറ്റവും കൂടുതൽ വന്ന ഒരു വിഷയം തന്നെയാണ്. അതായത് ദിലീപ് കാവ്യ മാധവൻ ബന്ധം അതൊരു വിവാഹത്തിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്ക് മാറുമ്പോൾ പക്ഷെ മഞ്ജു വാര്യരോടുള്ള അമിതമായ ഒരു പക്ഷേ മലയാളികളുടെ സ്നേഹമോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മഞ്ജു വാര്യർക്ക് വലിയ പിന്തുണയും കാവ്യ മാധവന് വലിയ ഒരു വിമർശനവും ആക്ഷേപങ്ങളും നേരിടുകയാണ്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ ആക്ഷേപവും വിമർശനവും തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം വിജയ് തൃഷ ബന്ധത്തിൽ അങ്ങനെ ഒരു വിമർശനവും ആക്ഷേപവും ഒക്കെ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നുള്ളൂ. വലിയ പിന്തുണ വിജയ്ക്ക് അല്ലെങ്കിൽ തൃഷയ്ക്ക് ലഭിക്കുകയാണ്. വിജയുടെ ഭാര്യയായ സംഗീതയ്ക്ക് അത്തരത്തിലുള്ള ഒരു പിന്തുണയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് സോഷ്യൽ മീഡിയ എപ്പോഴും ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഒരാളുടെ സെലിബ്രിറ്റി ഇമേജിനൊക്കെ കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് വളരെ വേറെ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സെലിബ്രിറ്റികൾ പ്രസവം ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം പൊതു സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരുന്നത് വലിയ തരത്തിൽ അത് വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, ധീരമായ നിലപാടുകളാണ് എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങൾ. പക്ഷെ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയായ സ്ത്രീ അവരുടെ പ്രസവം ചിത്രീകരിക്കുക അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സ്വകാര്യ കാര്യങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചാൽ വലിയ വിമർശനമാണ്. അതായത് ആരെ കാണിക്കാനാണ് ഇത്തരത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, ഇത് മറ്റുള്ളവർ കാണിക്കേണ്ട കാര്യമാണോ എന്നുള്ള തരത്തിൽ ഒരു സാധാരണക്കാരന് വിമർശനം നേരിടുന്നു. പക്ഷേ അതൊരു സെലിബ്രിറ്റി ഇപ്പോൾ പ്രസവം ചിത്രീകരിക്കുകയോ സൂട്ട് റൂമിൽ പ്രസവിക്കുകയോ ഒക്കെ ചെയ്താൽ അതിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ റീച്ച് കിട്ടുന്നു. ലക്ഷങ്ങളാണ് കാണുന്നത്.
അഖില സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ കാവ്യ മാധവൻ ദിലീപ് ബന്ധം അവർ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷമായി. ആ ചർച്ചകളൊന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. എന്ത് പോസ്റ്റ് ഇട്ടാലും അതിന് താഴത്തെ കമൻറ്റുകൾ നോക്കി തന്നെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതൊന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ഇപ്പോൾ ദിലീപ് ഒരു വിഷയം വന്നാലും കാവ്യമാധവന്റെ ഒരു വിഷയം വന്നാലും മഞ്ജു വാര്യരുടെ ഒരു വിഷയം വന്നാലും അതിന്റെ താഴത്തെ കമന്റുകളെല്ലാം സെലിബ്രിറ്റി ഇമേജ് തന്നെയാണ്. മഞ്ജു വാര്യർക്കുള്ള അത്രയും സെലിബ്രിറ്റി ഇമേജ് അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലുള്ള ഒരു സ്ഥാനം ഒരുപക്ഷെ കാവ്യമാധവന് ലഭിക്കുന്നില്ലേ എന്നുള്ളതാണ് അതിൽ പ്രധാനമായും പറയേണ്ടത്. ഇനി അത് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നടൻ, ഇപ്പം നമ്മൾ കൂടുതൽ എപ്പോഴും പുരുഷാധിപത്യ സമൂഹത്തെക്കുറിച്ചാണല്ലോ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഒരു നടൻ ഇപ്പോൾ ഒരു ഷർട്ട്ലെസ് ആയിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നടൻ്റെ ഒരു ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ സിക്സ് പാക്ക് ആ തരത്തിൽ ചർച്ച ചെയ്യും. ഇനി ഒരു നടിയാണ് അതൊരു കുറച്ച് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ വലിയ വിമർശനം കിട്ടും. അവിടെയും ഒരു പക്ഷേ ലിംഗവിവേചനമൊക്കെ യഥാർത്ഥത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത്. പിന്നെ ഇതോടൊപ്പം തന്നെ പല പല കാര്യങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന പല വിഷയങ്ങളിലും ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ കാണുന്നുണ്ട്. അശ്വതി ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? പിന്നെ അതായത് ഈ വിജയ് തൃശയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ കണ്ടതാണ്, പല പ്രതികരണങ്ങളും കണ്ടതാണ്. അതായത് ഈ സ്ത്രീകളോട് പോലും പ്രതികരണം ചോദിക്കുമ്പോൾ ഈ തൃഷ വിഷയമൊക്കെ വരുമ്പോൾ വിജയ്ക്ക് എങ്ങനെയാണ് ജയിച്ച് കയറാൻ സാധിക്കുമോ എന്ന തരത്തിലൊക്കെ പല പ്രതികരണങ്ങളും കണ്ടു. അപ്പോഴും ആ തമിഴ്നാട്ടിലുള്ള ആ സ്ത്രീകളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ വിഷയമാണ്, അതും ഇതും കൂടി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല എന്നതാണ് വനിതകൾ ഉൾപ്പെടുന്ന സമൂഹം പോലും അഭിപ്രായപ്പെട്ടത് എന്നുള്ളതാണ്. അഖില, അതായത് ഈ ടി വി കെ അധ്യക്ഷനായ വിജയ് ഈ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴാണ് വിജയ് തൃഷ ചർച്ച വീണ്ടും സജീവമാകുന്നത്. അതിനു മുൻപേ ഉണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ചൂടുപിടിക്കുന്നത് അപ്പോഴാണ്. കീർത്തി സുരേഷിന്റെ മാത്രം ഒതുങ്ങി അടക്കം പറച്ചിലൊക്കെ മാത്രമായി അഖില ഓർമ്മിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. അതായത് കീർത്തി സുരേഷിന്റെ കല്യാണത്തിനാണ് വിജയും തൃശയും ഒരുമിച്ച് പോകുന്നു. അത് വലിയ ചർച്ചയാകുന്നു. അതായത് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് 1 മണിക്കൂറിനുള്ളിൽ എത്ര ലക്ഷം പേരാണ് കണ്ടത്. എനിക്ക് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ 1 ലക്ഷത്തിലധികം പേരാണ് ആ 1 മണിക്കൂർ കൊണ്ട് കണ്ടത്. ജസ്റ്റിസ് ഫോർ സംഗീതമൊക്കെ മാറി കഴിഞ്ഞു, സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാറി. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ കാവ്യമാധവൻ ദിലീപ് അല്ലെങ്കിൽ മഞ്ജു വാര്യർ എന്ന സ്ഥാനത്തേക്ക് ഈ സംഗീത വിജയ് തൃഷ വരുമ്പോഴത്തേക്ക് തൃഷയ്ക്കും വിജയ്ക്കും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് എന്ന് തോന്നുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അതായത് വ്യക്തികൾ മാറുന്നതിനനുസരിച്ച് ഈ സപ്പോർട്ടായാലും നെഗറ്റീവ് കമൻ്റ് ആയാലും പോസിറ്റീവ് ആണെങ്കിലും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. തീർച്ചയായിട്ടും അത് ഒരു സംശയം വേണ്ട. അതായത് നേരത്തെ ഈ വിജയ് തൃഷ കാര്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ യാത്രകളെ സംബന്ധിച്ച് വിമാനത്താവളത്തിലൊക്കെ അവരെ ഒന്നിച്ച് പോയി എന്നുള്ള ചില ചർച്ചകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്നു. തൃഷ ഈ ഒരു മിറർ വീഡിയോ ഇടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ ചർച്ചകളൊക്കെ ആ ഘട്ടത്തിൽ വന്നതാണ്. അപ്പോഴാണ് അശ്വതി പറഞ്ഞ ജസ്റ്റിസ് ഫോർ സംഗീത എന്നുള്ള ഹാഷ്ടാഗിൽ സംഗീതയ്ക്ക് പിന്തുണയുമായി ആളുകൾ എത്തുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം പിന്നീട് മാറുന്നു. വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെ സജീവമായി തുടരുന്നതിനിടയിലാണ് വിജയും സംഗീതയുമായിട്ടുള്ള വിവാഹബന്ധം വേർപിരിയാൻ പോകുന്നു, അല്ലെങ്കിൽ അതൊരു ഔദ്യോഗികമായി അതിന് ഒരു കാരണമുണ്ടാകാൻ പോകുന്നു എന്നുള്ള തരത്തിൽ ചർച്ച വരുന്നു. അപ്പോൾ സ്വാഭാവികമായും വിജയുടെ ജീവിതം തകർത്തത് തൃഷയാണെന്നുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ ഒന്ന് തുടങ്ങിയെങ്കിലും പിന്നീട് ആളുകൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഒരു പക്ഷേ ഈ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് പോലുള്ള ഒരു മണ്ഡലത്തിൽ വിജയ് അവിടെ 2 ജയിച്ചെടുത്ത് ഒരിടത്ത് മാറുകയാണെങ്കിൽ തൃഷയെ മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ പോലും സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തി കഴിഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നതിന് ശേഷം തൊട്ടടുത്ത മണിക്കൂറിൽ തൃഷ വിജയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അത് ആ വീഡിയോ ഒക്കെ വളരെ തരംഗമായി ഇപ്പോഴും സജീവമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഓടുന്നുമുണ്ട് താനും. അതൊക്കെ ഒരു വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നെ തുടക്കത്തിൽ അഖില സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം MGR തലൈവി കൂട്ടുകെട്ട് ആ ഒരു ഇത് അന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും അത്ര സജീവമല്ല എങ്കിൽ പോലും ആ ഒരു കിംവദന്തിയൊക്കെ അരമനയിലെ രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ സജീവ ചർച്ചയാക്കിയ വിഷയം തന്നെയാണ്. അതുപോലെയാണോ, ആ ഒരു പാതയിലൂടെയാണോ വിജയ് തൃഷ പോകുന്നത് എന്നുള്ള ചർച്ചകൾ വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ സമൂഹ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിൽ പ്രത്യേകിച്ചും പറയേണ്ടത് ഒരു മോറൽ പോലീസിങ് പലയിടത്തും പല കാര്യങ്ങളിലും നടക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഒരു സാധാരണക്കാരൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോറൽ പോലീസിങ്, അതായത് അവരോടാണ് ആ മോറൽ പോലീസിങ് കൂടുതൽ. അതൊരു സെലിബ്രിറ്റി ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ പിന്തുണ കിട്ടുന്നു. ഒരു പക്ഷേ അതിലേറ്റവും ഉദാഹരണമായി പറയേണ്ടത് ഈ അടുത്ത കാലത്ത് പേളി മാണി അവരുടെ മക്കൾ ഒരു പാട്ട് പാടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയാണ്. അതായത് നമുക്ക് വളരെ പ്രശസ്തമായ ഒരു പാട്ട്, പേളി മാണിയുടെ മക്കൾ ചില വാക്കുകൾ മാറ്റി അവരുടെ ഇഷ്ടത്തിന്, ചെറിയ കുഞ്ഞുങ്ങളാണ്, അവരെ നമുക്ക് ഒരിക്കലും അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല, അവരുടെ ഇഷ്ടത്തിന് ആ പാട്ട്
പാടുകയാണ്. ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഏറ്റവും നല്ല പാരന്റിങ് ആണ്, കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വളർത്തുന്നു, അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ തരത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ആണ് വരുന്നത്. അതേ സമയം തന്നെയാണ് മറ്റൊരു സാധാരണക്കാരനായ ഒരു വീട്ടമ്മ പോസ്റ്റ് ചെയ്യുന്ന അവരുടെ കുഞ്ഞ് ഇതുപോലെ ഒരു വാക്ക് മാറ്റി പറയുകയാണ്, അത് പറയുന്ന ഒരു വീഡിയോയിൽ. പക്ഷേ അതിന് താഴെ വരുന്ന കമന്റുകൾ എന്നുള്ളത് വളർത്തുദോഷം, ആ കുടുംബത്തിന് മുഴുവൻ അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ വരുന്ന കമന്റുകളാണ് അതിലുള്ളത്. അവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു മോറൽ പോലീസിംഗ് ഉണ്ട്. അതായത് എന്തിനാണ് ഇങ്ങനെയാണോ വളർത്തുന്നത് കുഞ്ഞുങ്ങളെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റാണ്. അതായത് ആളുകളുടെ മനസ്സ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ഈ സാധാരണക്കാരായ ഒരാൾ ചെയ്താൽ ഇവൻ ഇത്രയും പൊങ്ങി വരേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിലേക്ക് നെഗറ്റീവ് കമന്റ്സ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു മോറൽ പോലീസിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതിന് ഈ പലയിടത്ത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ കാര്യത്തിൽ തന്നെ നമ്മളിപ്പോൾ ഒരു അഭിപ്രായം പറയുകയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഒരു രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ ഒരുപക്ഷെ ആ സെലിബ്രിറ്റിക്ക് കിട്ടുന്നത് ചീത്തയായിരിക്കും ഒരുപാട്. അതായത് എന്താണ് ഇതിൽ നിനക്ക് അഭിപ്രായം പറയാനുള്ള കാരണം, അല്ലെങ്കിൽ നീ എന്തിനാണ് ഇതിൽ അഭിപ്രായം പറഞ്ഞത്, നീ ഈ പാർട്ടിക്കാരനാണോ, പേടിച്ചിട്ട് ആളുകൾ മിണ്ടാതിരിക്കുന്നുണ്ട്, നീ ഈ പാർട്ടിക്കാരനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലേക്ക് മുദ്ര കുത്തുന്ന ഒരു അഭിപ്രായം തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പൊ സോഷ്യൽ മീഡിയ വിലക്കിയിരിക്കുകയാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് നമ്മളിപ്പോ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ, ഏതെങ്കിലും ഇപ്പോ പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളോ ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരിച്ചില്ലെങ്കിലോ അപ്പോഴും ഉണ്ട് പ്രശ്നം. എന്തായാലും പ്രതികരിച്ചില്ല, വിഷയത്തിൽ ഒരു നാടിനോടൊരു പ്രതിബദ്ധതയില്ല എന്നുള്ള തരത്തിലൊക്കെ പ്രതികരണങ്ങൾ വരും. അതുപോലെയാണ് ഈ എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങിൽ അല്ലെങ്കിൽ വിവേചനപരമായ ഇടപെടൽ സോഷ്യൽ മീഡിയയുടെ ഭാഗത്ത് നിന്ന് ആളുകളുടെ മനസ്സ് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, അതിനൊരു മെന്റൽ വിജയ് തൃഷ വിഷയത്തിലേക്ക് വന്നാലും ആ ബന്ധത്തെ എങ്ങനെയാണ് കാണേണ്ടത്, അത് സമൂഹമാണോ തീരുമാനിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് അഖില. അതായത് അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്, അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഈ സമൂഹ മാധ്യമങ്ങൾ എന്തിന് ഇത്തരത്തിൽ കടന്നു കയറേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം അവിടെ വളരെ പ്രാധാന്യപ്പെട്ട് തന്നെ ഉയരുന്നുണ്ട് എന്നത് ഉള്ളതാണ്. അതായത് ഈ സംഗീത ഡിവോഴ്സിന് ശ്രമിക്കുന്നു, മകൻ പോലും വിജയ്ക്കെതിരെ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ അതിപ്രസരം വളരെ കൂടുന്നു. അതിനെപ്പറ്റി എന്താണ് അഖിലേക്ക് പറയാനുള്ളത്? അല്ല, സോഷ്യൽ മീഡിയ അതിപ്രസരം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അതിർവരമ്പ് വെക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് ഏത് ഘട്ടം വരെ, അതായത് നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ നമ്മുടെ വാതിലിനകത്തേക്ക് ആര് കടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതാണ് ഇപ്പോൾ ഈ കള്ളന്മാരൊക്കെ വരികയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളൊരു അതിർത്തി വെക്കുകയാണ്. ആ അതിർത്തി കടന്നൊരാൾ വരണമെങ്കിൽ അതിന് നമ്മുടെ അനുവാദം വേണം. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലിൽ അങ്ങനെയല്ല. അതിരുകൾ ലംഘിച്ച് എല്ലാവരും എല്ലായിടത്തും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഈ സെലിബ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന പണ്ടാണെങ്കിൽ കായിക താരങ്ങളോ സിനിമാ താരങ്ങളോ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രശസ്തരായ ആളുകൾ, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട്, എല്ലാവരും സെലിബ്രിറ്റികളാണ്. അവരേതെങ്കിലും ഒരു വഴിക്ക് പോയാൽ അവർ പോകുന്ന വഴിക്ക് മുഴുവൻ വീഡിയോ എടുക്കുക. അതാണ് കഴിഞ്ഞ ഒരിടയ്ക്ക് രേണുസുതി ആയിരുന്നു. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണുസുതി, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത്തരത്തിലുള്ള വസ്ത്രധാരണം, അവരുടെ ജീവിത രീതി ഒക്കെ സോഷ്യൽ മീഡിയ തീരുമാനിക്കുന്നത്. അത് അവർ പറയുന്നതനുസരിച്ച് മറ്റുള്ളവർ ജീവിക്കുക, അല്ലെങ്കിൽ അതിനെതിരെ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾ. അതായത് ഇപ്പൊ വസ്ത്രം ഇട്ടാലും എങ്ങനെ പോയാലും എന്ത് ചെയ്താലും എന്തിട്ടാലും കുറ്റം മാത്രം. അത് മാനസികമായി അവരെ എത്രത്തോളം പീഡിപ്പിക്കുന്നു എന്നുള്ളത് ഇവര് ഈ എഴുതുന്നവരും കമന്റ് ഇടുന്നവരും പറയുന്നവരും ചിന്തിക്കുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരാളെ ഉയർത്തിക്കൊണ്ടു പോകുന്നതും വളരെ പെട്ടെന്ന് വലിച്ചു താഴെയിടുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിർത്തികൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകാനുള്ള ഇടപെടലുകൾ ഉണ്ടാകട്ടെ. വിവാഹബന്ധങ്ങളും വിവാഹേതര ബന്ധങ്ങളുമൊക്കെ വലിയ തരത്തിൽ ചർച്ച ചെയ്യുന്നത് സമൂഹത്തിന് എത്രത്തോളം ഗുണകരമാകും എന്നുള്ള ചിന്തകൾ കൂടി വരേണ്ടതുണ്ട്.